പിന്നെ ഈ ഒരു ചെറിയ കടയുടെ ഷട്ടർ ഇവിടെ തുറക്കുകയാണ്. അപ്പോൾ ഈ ഷട്ടർ ഇതൊക്കെയാണ് ഈ കടയുടെ ഷട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഷട്ടറുകളാണ്, ഓരോ ഷട്ടറുകൾ. അപ്പോൾ നമ്മൾ വാഹനത്തിൽ ഓടുമ്പോൾ ഈ അത്തറുകൾ എന്ത് ചെയ്യാണ്, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ ഈ ഷട്ടർ ഇങ്ങോട്ട് മാറ്റിയാണ് നമ്മളെ കട. ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്യുക, പിന്നെ അത്യാവശ്യ ചരിത്ര പഠനങ്ങൾ, അവിടുത്തെ വീഡിയോസ്, അതുപോലെ എഡ്യൂക്കേഷൻ പരമായുള്ള ആക്ടിവിറ്റീസ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഞാൻ നിങ്ങളോട് തുടക്ക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2024 ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആ 24 എനിക്കതിനുള്ള സംവിധാനങ്ങളൊന്നും റെഡി ആയിട്ടില്ല. 25 ആയപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുകയും എങ്ങനെ അതിൻ്റെ എക്സ്പെൻസ് കണ്ടെത്തും എന്ന ആലോചനയിൽ നിന്നാണ് ഈ ഒരു ഐഡിയ ഊരിത്തിരിഞ്ഞ് വന്നത്. അങ്ങനെയാണ് ഈ ഒരു മസാഫി പെർഫ്യൂംസിൻ്റെ കട തുറന്ന് പ്രവർത്തിക്കാൻ പിന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഈ മസാഫി പെർഫ്യൂംസ് എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം, അതുപോലെ പിന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് അങ്ങനെയും സ്വീകരിക്കാം. അസ്സലാമു അലൈക്കും ഹബീബി. നമ്മുടെ വാഹനത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായി, 100% ക്ലിയർ. ഇനി നമ്മൾ നേരെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. കോഴിക്കോട് നിന്ന് പോകുന്നത് നേരെ തിരുവനന്തപുരത്തേക്കായിരിക്കും. തിരുവനന്തപുരത്ത് വെച്ചാണ് നമ്മുടെ ഓൾ ഇന്ത്യ വാൻ ലൈഫിൻ്റെ ഫ്ലാഗ് ഓഫ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവസാനമായിട്ട് നമ്മുടെ വണ്ടി ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്, വണ്ടിയിൽ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഒന്നാമതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ വണ്ടിയുടെ പേര്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മുസാഫിർ ഓഫ് ദുനിയ, ഒരു ലോകസഞ്ചാരി എന്ന ഒരർത്ഥമാണ് അതിന് നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഈ യാത്രയ്ക്ക് ശേഷം മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യണം, യാത്ര ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ബോണറ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ യാത്രയുടെ തീം, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ, സബ്കാ ശിക്ഷ സബ്കാ വികാസ്. ഇതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. രാജ്യത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിലൂടെ നമ്മൾ ഈ വാഹനമായിട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യും. അതായത് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തോട് ഒരു താല്പര്യം ഉണ്ടാവുന്ന രീതിയിലുള്ള ഇടപെടലുകളായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഉൾഭാഗം ഒന്നുകൂടെ പരിചയപ്പെടുത്താണ്. ഫ്രണ്ടിൽ 2 സീറ്റ് മാത്രമാണ് ഉള്ളത്. പിന്നെ അതുപോലെ പുറകിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഇത് ബെഡ്, അതുപോലെ സ്റ്റോറേജ് കൂടിയാണ്. ഈ സ്റ്റോറേജിൽ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഏകദേശം ഇത്രയും ഒരു അരയടിയോളം വലുപ്പത്തിൽ സ്റ്റോറേജ് തന്നെയാണ് ഉള്ളത്. അതിൽ നമ്മുടെ ഡ്രസ്സുകളായാലും ഇനിയിപ്പം ഫുഡ് വെക്കേണ്ട സാധനങ്ങളും ഐറ്റംസുകളായാലും ഒക്കെ എന്തുണ്ട് ഇതിലുണ്ട്. ഇത് നമ്മളിവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു മേശ. അത് നമുക്കൊരു ആശാരിയുടെ ഒരു കെയർ ഓഫിൽ ചെയ്തു തന്നെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാണ്, അത്തറ് സെയിൽ ചെയ്തുകൊണ്ടാണ് ഈ യാത്ര എക്സ്പെൻസ് കണ്ടെത്തുന്നത്. അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അതായത് പിന്നെ നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തത് ഓൾ ഇന്ത്യ വാൻ ലൈഫ് എന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് വലിയ സ്റ്റിക്കറൊന്നും ചെയ്തിട്ടില്ല, ചെറിയ രൂപത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ ടോപ്പിൽ മുസാഫിർ ഓഫ് ദുനിയ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ എംബ്ലം, പിന്നെ ട്രാവൽ വിത്ത് എ മിഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ. പിന്നെ ഇവിടെ ഒരു ഓൾ ഇന്ത്യ വാൻ ലൈഫ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്ത ഒരു സംഭവമാണ് ഇതേണ്ട മസാഫി പെർഫ്യൂംസ്. ആ മസാഫി പെർഫ്യൂംസ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മസാഫി പെർഫ്യൂംസ് കണ്ട പലരും നമ്മളോട് നേരിട്ട് ചോദിക്കുകയുണ്ടായി, മസാഫി പെർഫ്യൂംസ് ആണോ നിങ്ങളുടെ യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും മസാഫി പെർഫ്യൂംസ് തന്നെയാണ്. ഈ മസാഫി പെർഫ്യൂംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ ദുക്കാൻ്റെ പേരാണ് കേട്ടോ. ഈ ഒരു അത്തറ് കടൻ്റെ പേരാണ്. ഏതാണ് അത്തറ് കട എന്ന് ചോദിച്ചാൽ ഇതാണ്.
കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യും, അത്ര സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ദുഃഖാൻ്റെ പിന്നെ ഈ ഒരു ചെറിയ കടയുടെ ഷട്ടർ ഇവിടെ തുറക്കുകയാണ്. അപ്പോൾ ഈ ഷട്ടർ ഇതൊക്കെയാണ് ഈ കടയുടെ ഷട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇതേണ്ട, ഇതൊക്കെ ഷട്ടറുകളാണ്, ഓരോ ഷട്ടറുകൾ. അപ്പോൾ നമ്മൾ വാഹനത്തിൽ ഓടുമ്പോൾ ഈ അത്തറുകൾ എന്ത് ചെയ്യാണ്, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഷട്ടർ ഇങ്ങോട്ട് മാറ്റിയാണ് നമ്മളെ കട. ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്യുക, പിന്നെ അത്യാവശ്യ ചരിത്ര പഠനങ്ങൾ, അവിടുത്തെ വീഡിയോസ്, അതുപോലെ എഡ്യൂക്കേഷൻ പരമായുള്ള ആക്ടിവിറ്റീസ്, അതോടൊപ്പം നമുക്ക് പല ആളുകളായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ ജസ്റ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, ഇതൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് വൈകുന്നേരം ആയാൽ ഒരു 5 മണി ആയാൽ ഞങ്ങൾ എവിടെയാണോ എത്തുന്നത് അവിടെ നമ്മുടെ വാഹനം സൈഡാക്കും. മസാഫി പെർഫ്യൂംസിൻ്റെ ഷട്ടർ ആ ഒരു നഗരത്തിൽ വെച്ച് ആ ഒരു സഹായനത്തിൽ സുഗന്ധം നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ മാത്രമല്ല നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഒരു നല്ല പരിമളം കൂടെ നമ്മൾ ഓരോ നാട്ടിലും പിന്നെ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരെ സ്ഥലങ്ങളിലേക്കും പിന്നെ ഞാൻ കടന്നു വരും ഈ സുഗന്ധവുമായി. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം, സ്നേഹത്തോടു കൂടെ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം. അതുപോലെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാനിത് കൊറിയറായിട്ട് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആലോചിച്ചുണ്ടാക്കിയപ്പോൾ ഈ ഷട്ടറോട് എല്ലാ ഷട്ടറും നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് മാറ്റി വെക്കും കേട്ടോ. ഒരു സ്ഥലത്ത് എത്തിയാൽ പിന്നെ പെർഫ്യൂംസുകളുണ്ട്, വ്യത്യസ്തമായ ഐറ്റംസുകളുണ്ട്. ഏകദേശം 40ഓളം ഐറ്റംസ്, കുവൈത്തൂത്, മസ്കിരിജാൽ മുതൽ അങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ്. എന്തായാലും നമുക്ക് അതൊക്കെ നേരിട്ട് പരിചയപ്പെടാൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന CR7, അതുപോലെ അസീലും, പിന്നെ അതുപോലെ നമ്മുടെ ഒരു മിക്സർ, അതായത് ഈ പെർഫ്യൂമിൽ എക്സ്പേർട്ടായ ഒരാൾ നമുക്ക് വേണ്ടി തന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് നമ്മളെ ഓൺ ബ്രാൻഡായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരും. റബ്ബാനി എന്ന് അതിന് പേരിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇത് ബഹൂർ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റംസാണ് ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് ഹോം മെയ്ഡ് ഐറ്റംസാണ്. അതുമാത്രമല്ല, ഞാൻ യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ വൈഫും അതുപോലെ അവരൊക്കെ കൂടെ ചെയ്തു തന്ന, അവരെ ഏട്ടത്തിയൊക്കെ ചെയ്തു തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുണ്ടല്ലേ, എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ വ്യത്യസ്ത കളറിൽ വ്യത്യസ്ത രൂപത്തിൽ നാവലെ മുബാറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊന്ന് ലാസ്റ്റ് വൺ ഇതും കൂടെ കാണിക്കാം അല്ലേ സാലിയെ. വ്യത്യസ്ത കളറിൽ കുറഞ്ഞ സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇനിയും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ സാലി നേരെ ഇങ്ങോട്ട് വന്നോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഞാൻ നിങ്ങളോട് തുടക്ക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2024 ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആ 24 എനിക്കതിനുള്ള സംവിധാനങ്ങളൊന്നും റെഡി ആയിട്ടില്ല. 25 ആയപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുകയും എങ്ങനെ അതിൻ്റെ എക്സ്പെൻസ് കണ്ടെത്തും എന്ന ആലോചനയിൽ നിന്നാണ് ഈ ഒരു ഐഡിയ ഊരിത്തിരിഞ്ഞ് വന്നത്. അങ്ങനെയാണ് ഈ ഒരു മസാഫി പെർഫ്യൂംസിൻ്റെ കട തുറന്ന് പ്രവർത്തിക്കാൻ പിന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഈ മസാഫി പെർഫ്യൂംസ് എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം, അതുപോലെ പിന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് അങ്ങനെയും സ്വീകരിക്കാം. ഡെയിലി അപ്ഡേറ്റ്സുകളായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടെ, നസീബ് റബ്ബാനി എന്ന ഇൻസ്റ്റാ പേജ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം.